ഹലോ, വെൽക്കം ടു ലൈല ടീച്ചേഴ്സ് വേൾഡ്. ഇന്ന് നമ്മൾ 8ാം ക്ലാസ്സിലെ രണ്ടാമത്തെ ലെസനായ നദീതട സംസ്കാരങ്ങളെ ഈജിപ്ഷ്യൻ സംസ്കാരം, മെസൊപ്പൊട്ടേമിയൻ സംസ്കാരം, ചൈനീസ് സംസ്കാരം ഇതിനെക്കുറിച്ചുള്ള ക്ലാസ്സുകളാണ് നമ്മൾ എടുക്കുന്നത്. നമ്മൾക്കറിയാം എന്തുകൊണ്ടാണ് നദീതട സംസ്കാരങ്ങൾ ഉണ്ടായത്. ആദിമ മനുഷ്യൻ കാട് വെട്ടിത്തെളിക്കുവാൻ അവർക്ക് കഴിവുണ്ടായിരുന്നില്ല. അതിനാൽ എളുപ്പത്തിൽ അവർ പുൽമേടുകൾ ചെത്തി വെളുപ്പിച്ചു. നൈൽ നദിയുടെയും യൂപ്പട്രീസ് സിന്ധു നദീ തടങ്ങളുടെയും പുൽമേടുകൾ കൊണ്ടു നിറഞ്ഞ സ്ഥലങ്ങളായിരുന്നു. വളക്കൂറുള്ള മണ്ണും ധാരാളം ജലവും കന്നുകാലികൾക്ക് മേയാൻ മേച്ചിൽപ്പുറങ്ങളും മനുഷ്യവാസം നദീതടങ്ങളിൽ കേന്ദ്രീകരിക്കുന്നതിന് കാരണമായി. അങ്ങനെ ഈ നദീതടങ്ങൾ സംസ്കാരങ്ങളുടെ ഈറ്റില്ലങ്ങളായി മാറി. സിന്ധു നദീതട സംസ്കാരം നിലനിന്നിരുന്ന അതേ സമയത്ത് തന്നെ ലോകത്തിൻ്റെ മറ്റു ചില ഭാഗങ്ങളിൽ വേറെയും ചില സംസ്കാരങ്ങളിൽ ഉണ്ടായിരുന്നു. അങ്ങനെയുള്ള സംസ്കാരങ്ങളാണ് മെസൊപ്പൊട്ടേമിയൻ സംസ്കാരം, ഈജിപ്ഷ്യൻ സംസ്കാരം, ചൈനീസ് സംസ്കാരം മുതലായവ. ഈ സംസ്കാരങ്ങളുടെ എല്ലാം പൊതുവായ പ്രത്യേകത വെങ്കലത്തിൽ നിർമ്മിച്ച ഉപകരണങ്ങളുടെ വ്യാപകമായ ഉപയോഗം. അതിനാൽ ഈ സംസ്കാരങ്ങളെല്ലാം പൊതുവെ വെങ്കലയുഗ സംസ്കാരങ്ങളെന്ന് അറിയപ്പെട്ടു. There were a few other civilizations in different parts of the world which existed at the same period of Indus Valley civilization. They were Mesopotamian, Egyptian and Chinese civilizations. Wide use of bronze tools was the common feature of all these civilizations. So these civilizations are commonly known as Bronze Age civilizations. ഇവിടെ വെങ്കലയുഗ സംസ്കാര കേന്ദ്രങ്ങൾ ചിത്രത്തിൽ കാണിച്ചിട്ടുണ്ട്. ഭൂപടം നിരീക്ഷിച്ച് ഈ സംസ്കാരങ്ങൾ വളർന്നു വന്ന പ്രദേശങ്ങൾ കണ്ടെത്താം. ഈജിപ്ഷ്യൻ സംസ്കാരത്തെക്കുറിച്ച് ഹൊവാർഡ് ക്വാർട്ടർ എന്ന പുരാവസ്തു ഗവേഷകന്റെ ഡയറിക്കുറിപ്പ് ഇവിടെ തന്നിട്ടുണ്ട്. ഇതിൽ നിന്നും നമുക്കൊരു കാര്യം മനസ്സിലാകും. ആരായിരുന്നു തൂത്തൻകാമൻ? പുരാതന ഈജിപ്തിലെ രാജാവായിരുന്നു തൂത്തൻകാമൻ. അക്കാലത്ത് ഈജിപ്തിലെ രാജാക്കന്മാർ ഫറോവ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. ഇവരുടെ മൃതശരീരം കേടുകൂടാതെ സൂക്ഷിക്കുന്ന രീതി ഈജിപ്തിലുണ്ടായിരുന്നു. ഇങ്ങനെ സൂക്ഷിക്കപ്പെടുന്ന മൃതശരീരത്തെ മമ്മി എന്നാണ് വിളിച്ചിരുന്നത്. മമ്മികൾ സൂക്ഷിച്ചിരുന്ന വലിയ ശവകുടീരങ്ങളാണ് പിരമിഡുകൾ. മനുഷ്യൻ്റെ അധ്വാനവും സമ്പത്തും വൻതോതിൽ ഉപയോഗിച്ചിരുന്നതിൻ്റെ തെളിവുകളാണ് പിരമിഡുകൾ. വെങ്കലയുഗത്തിൽ നിലനിന്ന ഈജിപ്ഷ്യൻ സംസ്കാരത്തിൻ്റെ മറ്റ് പ്രധാനപ്പെട്ട സവിശേഷതകൾ എന്തെല്ലാം? ഈജിപ്തിലെ നൈൽ നദീതടത്തിലാണ് ഈ വളർന്നു വന്നത്. നൈൽ നദിയുടെ ദാനമെന്നാണ് ഈജിപ്തിനെ പറയുന്നത് നമ്മൾക്കറിയാം. ഇവരുടെ പ്രധാനപ്പെട്ട തൊഴിൽ കൃഷിയായിരുന്നു ഈ സംസ്കാരത്തിൻ്റെ അടിത്തറ. ഇവർ നെയ്ത്തിലും സ്ഫടികപാത്ര നിർമ്മാണത്തിലും ഏർപ്പെട്ടിരുന്നു. പ്രാചീന ഈജിപ്ഷ്യൻ ജനത ഒരു എഴുത്തുവിദ്യ രൂപപ്പെടുത്തി. ഈജിപ്തുകാരുടെ എഴുത്തുവിദ്യ അറിയപ്പെട്ടത് ഹൈറോഗ്ലിഫിക്സ് എന്നാണ്. ഹൈറോഗ്ലിഫിക്സ് എന്നാൽ വിശുദ്ധമായ എഴുത്ത് എന്നാണ് അർത്ഥം. പാപ്പിറസ് ചെടിയുടെ ഇലകളാണ് അവർ എഴുതാൻ ഉപയോഗിച്ചത്. Who was this Tutankhamun? He was the king of ancient Egypt and the kings of Egypt were known as Pharaoh. The practice of preserving the body of the dead prevailed in Egypt. The corpse preserved thus is called a mummy. Pyramids were tombs, ശവകുടീരങ്ങൾ, where the mummies were preserved. They remain as evidence for the excessive use of labor and wealth. In that picture we can see the pyramids in Egypt. What were the other features of the Egyptian civilization that existed in the Bronze Age? The civilization flourished in the valley of the river Nile. Backbone of this civilization was agriculture. The Egyptian people, they were engaged in weaving and production of glassware. They formed an art of writing that is known as hieroglyphics, that means sacred writing. They used the leaves of plant called papyrus for writing. ശാസ്ത്രരംഗത്തവർ മികച്ച പുരോഗതി കൈവരിച്ചിരുന്നു. അവർ ഒരു കലണ്ടർ തയ്യാറാക്കിയിരുന്നു. അവരുടെ കലണ്ടർ സൂര്യനെ അടിസ്ഥാനമാക്കിയുള്ളതായിരുന്നു. ഒരു വർഷത്തെ അവർ 365 ദിവസങ്ങളായി കണക്കാക്കി. 30 ദിവസങ്ങളുള്ള 12 മാസങ്ങളായി ഒരു വർഷത്തെ വിഭജിച്ചു. ബാക്കി വന്ന 5 ദിവസങ്ങൾ ആഘോഷങ്ങൾക്കായി മാറ്റിവെച്ചു. ഗണിതശാസ്ത്ര രംഗത്തും പ്രാചീന ഈജിപ്തിൻ്റെ നേട്ടങ്ങൾ ശ്രദ്ധേയമാണ്. ത്രികോണം, ചതുരം എന്നിവയുടെ വിസ്തൃതി കണക്കാക്കാൻ അവർക്കറിയാമായിരുന്നു.
നിഴലിനെ അടിസ്ഥാനമാക്കി സമയം കണക്കാക്കുന്ന സൂര്യഘടികാരം, ജലപ്രവാഹത്തിൻ്റെ അടിസ്ഥാനത്തിൽ സമയം നിർണ്ണയിക്കുന്ന ജലഘടികാരം തുടങ്ങിയവയും അവർ തയ്യാറാക്കിയിരുന്നു. പ്രതിമ നിർമ്മാണത്തിലും ഈജിപ്തുകാർ വിദഗ്ധരായിരുന്നു. മനുഷ്യൻ്റെ തലയും സിംഹത്തിൻ്റെ ഉടലുമുള്ള സ്പിങ്സ് എന്ന പ്രതിമ അവരുടെ ശില്പ വൈദഗ്ധ്യത്തിന് ഉദാഹരണമാണ്. ചിത്രത്തിൽ നമ്മൾക്ക് സ്പിങ്സ് എന്ന പ്രതിമ നമുക്ക് കാണാൻ കഴിയും. The Egyptians attained amazing advancement in the field of science. They formulated a solar calendar. The solar calendar had 365 days. A year was divided into 12 months of 30 days each. The remaining 5 days were set for celebration. Their advancement in the field of mathematics is significant. They could calculate the area of triangle and rectangles. To determine time, they made sundial, a clock that tells time by the shadow cast by the sun, and a water clock that works on water current. The Egyptian people, they were also skillful in sculpture. Evidence of this is from the Sphinx, a statue with a lion's body and human head. That was about Egyptian civilization. അടുത്തത് മെസപ്പൊട്ടോമിയൻ സിവിലൈസേഷൻ. ഇന്നത്തെ ഇറാഖ് ആണ് മെസപ്പൊട്ടോമിയ. അർമീനിയൻ പർവ്വതത്തിൽ നിന്നും ഉത്ഭവിച്ച് പേർഷ്യൻ കടലിൽ പതിക്കുന്ന യൂഫ്രട്ടീസ്, ടൈഗ്രീസ് നദികൾക്കിടയിലുള്ള പ്രദേശമാണ് പ്രാചീന മെസപ്പൊട്ടോമിയ. 2 നദികളുടെ പേരിവിടെ പറഞ്ഞു, യൂഫ്രട്ടീസ്, ടൈഗ്രീസ് നദികൾ. 2 നദികൾക്കിടയിലുള്ള പ്രദേശം എന്നാണ് മെസപ്പൊട്ടോമിയ എന്ന വാക്കിൻ്റെ അർത്ഥം. മെസപ്പൊട്ടോമിയൻ സംസ്കാരത്തിൽ 4 വ്യത്യസ്ത സംസ്കാരങ്ങളുണ്ടായിരുന്നു. സുമേറിയൻ, ബാബിലോണിയൻ, അസീറിയൻ, കാൽഡിയൻ. 4 വ്യത്യസ്ത സംസ്കാരങ്ങൾ മെസപ്പൊട്ടോമിയയിൽ ഉദയം ചെയ്തു, അസ്തമിക്കുകയും ചെയ്തു. 1 സുമേറിയൻ, 2 ബാബിലോണിയൻ, 3 അസീറിയൻ, 4 കാൽഡിയൻ. മെസപ്പൊട്ടോമിയയിലെ മണ്ണ് വളരെ ഫലഭൂയിഷ്ഠമായിരുന്നു. ഇത് കാർഷിക പുരോഗതിയെ സഹായിച്ചു. ഇത് കച്ചവടത്തിൻ്റെയും നഗരങ്ങളുടെയും വളർച്ചയ്ക്കിടയാക്കി. മെസപ്പൊട്ടോമിയയിലെ പ്രധാനപ്പെട്ട നഗരങ്ങളായിരുന്നു ഉർ, ഉറുഖ്, ലഗാഷ് എന്നിവ. നഗരങ്ങൾ കച്ചവട കേന്ദ്രങ്ങളായിരുന്നു. കച്ചവടം വികാസം പ്രാപിച്ചതോടെ കൈമാറുന്ന ഉൽപ്പന്നങ്ങളുടെ കണക്കുകൾ രേഖപ്പെടുത്തേണ്ടത് ആവശ്യമായി വന്നു. ഇത് എഴുത്തുവിദ്യയുടെ വികാസത്തിലേക്ക് നയിച്ചു. മെസപ്പൊട്ടോമിയയിലെ എഴുത്തുവിദ്യ ക്യൂണിഫോം എന്നാണ് അറിയപ്പെടുന്നത്. ഈജിപ്ഷ്യൻ സംസ്കാരത്തിലെ എഴുത്തുവിദ്യയുടെ പേര് ഹൈറോഗ്ലിഫിക്സ് എന്നായിരുന്നു, നമ്മൾ പഠിച്ചു. മെസപ്പൊട്ടോമിയൻ സംസ്കാരത്തിലെ എഴുത്തുവിദ്യയുടെ പേര് ക്യൂണിഫോം എന്നാണ് അറിയപ്പെട്ടത്. ഇവരുടെ ലിപികൾക്ക് ആപ്പിൻ്റെ ആകൃതിയായിരുന്നു. മണ്ണ് കുഴിച്ചുണ്ടാക്കിയ ചെറുഫലകങ്ങളുടെ മിനുസമുള്ള പ്രതലത്തിലാണ് അവർ എഴുതിയിരുന്നത്. കൂർത്ത മുനിയുള്ള എഴുത്താണി ഉപയോഗിച്ച് എഴുതിയതിനു ശേഷം ഉണക്കിയെടുക്കുകയായിരുന്നു ചെയ്തത്. ലിഖിതങ്ങളിൽ ഭൂരിഭാഗവും കച്ചവടവുമായി ബന്ധപ്പെട്ടതാണ്. ജ്യോതിശാസ്ത്രം, ഗണിതശാസ്ത്രം എന്നീ മേഖലകളിലും അവർ ശ്രദ്ധേയമായ നേട്ടങ്ങൾ കൈവരിച്ചു. ചന്ദ്രൻ്റെ ചലനത്തെ അടിസ്ഥാനമാക്കി ഒരു കലണ്ടർ അവർ നിർമ്മിച്ചു. നമ്മൾക്കറിയാം, ഈജിപ്തുകാർ സൂര്യനെ അടിസ്ഥാനമാക്കിയായിരുന്നു കലണ്ടർ നിർമ്മിച്ചത്. മെസപ്പൊട്ടോമിയക്കാർ ചന്ദ്രനെ അടിസ്ഥാനമാക്കിയാണ് കലണ്ടർ തയ്യാറാക്കിയത്. ഒരു വർഷത്തെ 12 മാസങ്ങളായും ഒരു മാസത്തെ 4 ആഴ്ചകളായും വിഭജിച്ചു. ഒരു ദിവസത്തെ 24 മണിക്കൂറായി കണക്കാക്കി. ഗണിതശാസ്ത്രത്തിലെ ഹരണം, ഗുണനം, വർഗമൂലം എന്നിവയും മെസപ്പൊട്ടോമിയൻ ജനതയ്ക്ക് അറിയാമായിരുന്നു. ഇവരുടെ നിർമ്മാണ വൈഭവത്തിന് തെളിവാണ് സിഗുറാത്തുകൾ. ചിത്രത്തിൽ നമ്മൾക്ക് കാണാം. എന്താണ് സിഗുറാത്തുകൾ എന്ന് പറയുന്നത്? ആരാധനാലയങ്ങളാണ്. നഗരങ്ങളിൽ ആരാധനാലയങ്ങൾ നിർമ്മിച്ചിരുന്നത്. കൂനകൾ നിർമ്മിച്ച് അതിന് മുകളിൽ ഇഷ്ടികകൾ ഉപയോഗിച്ചാണ് സിഗുറാത്തുകൾ പണിതത്. The Mesopotamian civilization flourished in the region where the modern Iraq is situated. Mesopotamia is the land between the rivers Euphrates and Tigris. These rivers originate from the Armenian mountains and merge with the Persian Sea. The word Mesopotamia means the land between the rivers. 4 different civilizations emerged and declined in Mesopotamia. Which were they? The Sumerian, the Babylonian, the Assyrian, and the Chaldean. The soil of Mesopotamia was very fertile.
It helped agriculture progress. It led to trade, and it led to the growth of cities. Important cities in Mesopotamia were Uruk and Lagash. Cities were trading centers, and as trade developed, it became essential to record the accounts of the exchanged goods. It led to the art of writing. The Mesopotamian system of writing is called a cuneiform. The script was wedge-shaped, ആപ്പിൻ്റെ ആകൃതിയിലായിരുന്നു. That were written on the smooth surface of wet clay tablets. A sharp stylus, എഴുത്താണി, was used for writing. The tablets were then baked in the sun. A huge collection of these tablets has been found from Mesopotamia. Most of them were related to trade. They had remarkable progress in the field of mathematics and astronomy, Jyotishastram. They formulated a calendar. The calendar was based on the movements of the moon. They divided a year into 12 months, a month into 4 weeks, and day into 24 hours. They knew division, multiplication, and square roots. Prepare a note on the art of writing in Mesopotamia. Then, they were efficient in architectural skills. Example, that is ziggurat. Ziggurat were constructed in cities. They were built on artificial hillocks using bricks. മൺകൂനകൾ നിർമ്മിച്ച് അതിന് മുകളിൽ ഇഷ്ടിക ഉപയോഗിച്ചായിരുന്നു സിഗറാത്തുകൾ നിർമ്മിച്ചത്. നെക്സ്റ്റ് ഈസ് ചൈനീസ് സിവിലൈസേഷൻ. ഏത് നദിയുടെ തീരത്തിലാണ് ഇത് സംസ്കാരം നിലനിന്നിരുന്നത്? ഹൊയാങ്ഹോ. ഇതിൻ്റെ അടിസ്ഥാനം കൃഷിയായിരുന്നു. നെയ്ത്തിലും മൺപാത്ര നിർമ്മാണത്തിലും പട്ടുവസ്ത്ര നിർമ്മാണത്തിലും ഇവർ വിദഗ്ധരായിരുന്നു. പുരാതന ചൈനയിലെ എഴുത്തുവിദ്യ നിലനിന്നിരുന്നു. അവിടെ നമുക്ക് കാണാം, ചൈനീസ് ലിപി കാണാം. അക്ഷരങ്ങൾക്ക് പകരം ഇവർ ചിത്രങ്ങളായിരുന്നു ഉപയോഗിച്ചിരുന്നത്. പിന്നീട് അവർ ചിത്രങ്ങൾക്ക് പകരം ചിഹ്നങ്ങൾ ഉപയോഗിച്ചു. ചൈനക്കാർ ഒരു കലണ്ടർ തയ്യാറാക്കിയിരുന്നു. അവർ തയ്യാറാക്കിയ കലണ്ടറിൽ ഒരു വർഷത്തിൽ 365 ദിവസം ഉണ്ടായിരുന്നു. The Chinese civilization flourished in the valley of the river Huanghe. The base of this civilization was agriculture. They were skillful in weaving, making pottery, and silk production. Art of writing was existed in ancient China. The script was pictographic. Later, it developed into an ideographic script. Ancient Chinese also formulated a calendar in which a year consisted of 365 and 1/2 days. So, in this unit, we have discussed a few civilizations that flourished in the river valleys. What were the common features of the river valley civilization? നദീതട സംസ്കാരങ്ങളുടെ പൊതു സ്വഭാവം എന്തായിരുന്നു? പൊതു സവിശേഷത എന്തായിരുന്നു? ഒന്ന്, യൂസ് ഓഫ് ബ്രോൺസ്, അഗ്രികൾച്ചറൽ പ്രോഗ്രസ്, development of trade and craftsmanship, the art of writing, the progress in the field of science were the remarkable common features of these civilizations. വെങ്കലയുഗ സംസ്കാരത്തിൻ്റെ പൊതു സവിശേഷതകൾ എന്തെല്ലാം? വെങ്കലത്തിൻ്റെ ഉപയോഗം, കൃഷിയുടെ പുരോഗതി, കച്ചവടത്തിൻ്റെയും കരകൗശല മേഖലയുടെയും വികാസം, എഴുത്തുവിദ്യ, ശാസ്ത്രരംഗത്തെ നേട്ടങ്ങൾ, ഇവയായിരുന്നു ഈ സംസ്കാരങ്ങളുടെ എടുത്തു പറയുന്ന സവിശേഷതകൾ. നമ്മൾ ഈ പാഠത്തിൽ പഠിച്ചത് നദീതട സംസ്കാരങ്ങളാണ്. ഒന്നാമതായി നമ്മൾ പഠിച്ചു ഹാരപ്പൻ സംസ്കാരം, അല്ലെ സിന്ധു നദീതട സംസ്കാരം. അടുത്തത് ഈജിപ്ഷ്യൻ സംസ്കാരം, മെസപ്പൊട്ടേമിയൻ സംസ്കാരം, ചൈനീസ് സംസ്കാരം. ഇവിടെ ഒരു കോളം തന്നിട്ടുണ്ട്. കോളം എയിൽ നിന്നും ബിയിലേക്ക് ചേർത്ത് എഴുതുക. ജോൺ മാർഷൽ, ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ, ദയാറാം സാഹ്നി, ഹാരപ്പ, R.D. ബാനർജി, മോഹൻജദാരോ, ഹൈറോഗ്ലിഫിക്സ്, ഈജിപ്റ്റ്, ക്യൂനിഫോം ലിപി, മെസപ്പൊട്ടേമിയ. നദീതട സംസ്കാരങ്ങൾ ഒരു ഫ്ലോ ചാർട്ട് തന്നിട്ടുണ്ട്. ഫ്ലോ ചാർട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, അത് നന്നായി പഠിക്കുക. The Indus Valley civilization is an example of a Bronze Age civilization. Substantiate. സിന്ധു നദീതട സംസ്കാരം
വെങ്കലയുഗ സംസ്കാരത്തിന് ഉദാഹരണമാണ്. സാധൂകരിക്കുക. The general feature of Bronze Age civilization was the wide use of tools made with bronze. Copper and bronze were used to make ornaments in Indus Valley civilization. Bangles, the statues of the dancing girl made from bronze, etc., substantiate the relation between the Indus Valley civilization with the Bronze Age. Since bronze was widely used in the Indus Valley civilization, it came to be known as Bronze Age civilization. ഇന്നത്തെ എൻ്റെ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ എൻ്റെ ക്ലാസ്സിന് നിങ്ങൾ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത്. താങ്ക് യു.